ഞാൻ സത്യസന്ധമായി പറയും, ജയ് ജയ് ഹേ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ചത്ത വീട് പോലെയായിരുന്നു ലൊക്കേഷൻ. സീരിയസ് ഒരു സാധനം പോലും ചിരിയോ അങ്ങനെ, കാരണം ആർക്കും അറിയത്തില്ല, അവിടെ ഉള്ള ആർക്കും കഥ അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ട്രാക്ക് മനസ്സിലായി, ഇത് ശരിയാണ്. ഞാൻ ഇന്നലെ വീടിനെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, അതൊരു ഹ്യൂമറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ സത്യം പറയുന്നത്. പിന്നെ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു ഇതൊരു ഹ്യൂമർ സിനിമയാണ്. പുറത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, ഇനി ശരിക്കും നിന്റെ ബിന്ദമ്മ ഈ സിനിമയ്ക്കാണ് ബിന്ദമ്മയാണോ ബിന്ദമ്മ, അത് നിന്റെ ശരിക്കുള്ള ബിന്ദമ്മ? അത്രയും വ്യത്യാസമുണ്ട് അമ്മ സ്ക്രീനിലും അല്ലാണ്ടും വരുമ്പോ. പറയുക ആക്ച്വലി അമ്മയ്ക്ക് അത്ര ഹ്യൂമർ ഒന്നുമില്ല, പക്ഷെ അമ്മ സ്ക്രീൻ വരുമ്പോ ഭയങ്കര ഹ്യൂമർ. ഇത് എവിടെ നിന്നൊരു ഐഡിയ കിട്ടുന്നത്? സീരിയസ്ലി ജീപ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഫീൽ. കാരണം 90-95 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി അവിടെ മറിഞ്ഞു കിടന്നാണ്ടപ്പോ സത്യം പറഞ്ഞാൽ അതായിരുന്നു ഫീൽ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫീൽ ആയിരുന്നു. അത് മറിച്ചങ്ങിട്ട് എല്ലാം വല്ലാത്ത രീതിയിലായി കിടന്നപ്പോ സങ്കടം തോന്നി. ഭയങ്കര ഇംപ്രോവൈസേഷന്റെ രാജാക്കന്മാരൊക്കെ എനിക്ക് തോന്നുന്നു. ഇന്നസെൻസറും അമ്പിളിച്ചേട്ടനൊക്കെ ഉള്ള സ്പേസ് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന നമ്മള് വളരെ ചെറുതല്ലേ ചെയ്യുന്നുള്ളൂ. അവര് മറ്റേ വെള്ളപ്പങ്ങാടിയില് ടീം 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 ആ സീനല്ലേ. അപ്പൊ അത്രയൊന്നും നമ്മൾ എങ്ങും പിടിക്കുന്നില്ല. ഇപ്പൊ എന്നെ കളിയാക്കിയാൽ നമ്മൾ അങ്ങോട്ട് കളിയാക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാറിയില്ല കളിയാണ്. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോവാം. അപ്പൊ ഈ മധുവിധു, ഹലോ വെൽക്കം. യെസ്. അപ്പൊ ഷെഫ് പറയൂ, എന്താണ് മധുവിധു? മധുവിധു പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെ. മധുവിധു അതുപോലെ തന്നെയാണ്. ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു ആദ്യം കഴിക്കും പിന്നെ മതി. അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ച ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും. അതെ ആണല്ലേ. ഓക്കെ. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ടോട്ടൽ സ്വീറ്റ് മൂവി, റൊമാൻറ്റിക് മൂവി. റൊമാൻറ്റിക്കാണ്, റോംകോമാന്ന് പറയാം നമുക്ക്. പക്ഷെ അതിനേക്കാളുപരി കുടുംബത്തിന്റെ അകത്തുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പറയാൻ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്ടറെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഭയങ്കര റോ ആയിട്ടുള്ള ഒരു റൂറൽ വില്ലേജിനെ നമ്മൾ ഭയങ്കര എന്താ പറയാ റോ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വന്നിട്ട് 4K പ്രൊജക്ഷനിൽ ഒരു നമ്മുടെ സൗത്തില് പത്തനംതിട്ട സൈഡൊക്കെ ഭയങ്കര റോ ആയിട്ട് കാണാം. നല്ലൊരു റോംകോം ആണ്. ആ റോംകോമിനകത്തുള്ള ഫാമിലി ബോണ്ടിങ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര സ്വീറ്റ് സിനിമയാണ് മധുവിധു. കല്യാണി വെൽക്കം. അപ്പോൾ പറയൂ, ഓഡീഷൻ ഈ വിളിച്ച ടൈമിൽ തന്നെ ഒരു ടെൻഷൻ പരിപാടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ യെസ് ഐ വിൽ ക്രാക്ക് ഇറ്റ്, ഐ വോണ്ട് ടു ബാഡ്ലി എന്നുള്ളൊരു പരിപാടിയായിരുന്നു? ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കോളാണ് ഇതിന്റെ ഓഡിഷൻ. അപ്പോൾ ബിബിൻ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. ബിബിൻ ചേട്ടൻ എൻ്റെ ജിമ്മേറ്റ് ആണ്. ബിബിൻ ചേട്ടൻ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു, ഹൈ കൊടുക്കുന്നു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ ഓഡിഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ ഷോർലി ഓൾവേസ്. അപ്പൊ ഞാൻ ഭയങ്കര പെട്ടെന്ന് പോയിട്ട് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതെ അതെ, ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോയി കൊടുത്തൊരു ഓഡിഷനാണ്. I'm sitting here for the movie promotion now. ഓക്കെ, സന്തോഷം. ഓക്കെ. അപ്പൊ ഈ ഓഡിഷൻ പോയ ടൈമിൽ എന്തായിരുന്നു ആ ഒരു ടോപ്പിക് തന്നത്? ചിലപ്പോൾ സിനിമയിലെ ആവാം, സിനിമയിലെ തന്നെ പ്രോമിനന്റ് 2 സീനാ തന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളതിൽ ഏറ്റവും കുളവായി കൊടുത്ത ഓഡിഷനാണ്. റൊമാൻസ് സീക്വൻസ് ആയിരുന്നു. അത് ജയവിഷ്ണു ആണ് എന്റെ യാത്ര ചെയ്തത്. അപ്പൊ ഇത് അപ്പൊ ഇത് ടോപ്പായിട്ട് അത് മറ്റേ ഗ്രാഫ് അങ്ങനെ ഒന്നും അല്ല, അത് എനിക്കറിയാം. ഡിറ്റക്റ്റീവിലൊക്കെ പുള്ളിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഓഡിഷന്റെ സമയത്ത് പുള്ളി ഓപ്പോസിറ്റ് മറ്റേ ഓഡിഷൻ വരുന്ന ആളുടെ ഓപ്പോസിറ്റ് കൗണ്ടർ കൊടുക്കുന്നത് ജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സജഷൻ മാത്രമല്ല, ആക്ടിംഗ് സൈഡിലും ജയ്ക്ക് ഭയങ്കര. അപ്പൊ ആസ് എൻ ആക്ടർ കൂടെ ജയ് പ്ലേസ് ചെയ്യുന്നുണ്ട്, ജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ടിക്ക് എഴുതി കൊടുത്തു, അപ്പൊ തന്നെ റെഡിയാണല്ലേ? അത് കുറച്ച് ടൈം എടുത്തായിരുന്നോ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് പറഞ്ഞു. ഒരു പടത്തിൽ നിന്ന് ചാടുന്നു, അടുത്ത പടത്തിലേക്ക് പോകുന്നു, സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്. പറഞ്ഞു യുദ്ധം എല്ലാം കൊണ്ടുപോയി. അത് പാരലൽ സൈഡ് അല്ലേ? അത് ശരിയാവട്ടെ, ഹോപ്പ്ഫുള്ളി അല്ലേ? ഇതിലൊക്കെ കാണാം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു പുള്ളിയായിട്ട് നിൽക്കുന്നു. അതിലേക്ക് ഇട്ട് ഇതിലെന്താണ് പരിപാടി? ഇതില് നമ്മള് എല്ലാവരും ഒരു കുടുംബമാണ്. അപ്പൊ ചിറ്റപ്പനാണ് എന്റെ.
ചിറ്റപ്പൻ ഈ പറഞ്ഞ പോലെ ഒറ്റന്തടിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിറ്റപ്പനാണ്. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമ്മുടെ കൂടെ യൂത്തിന്റെ കൂടെ പിടിച്ചിരിക്കുന്ന 50 വയസ്സുള്ള ആൾക്കാരില്ലേ? അല്ല, ഞാൻ ക്യാരക്ടർ പറഞ്ഞത് സിനിമയ്ക്കകത്ത്. അപ്പൊ അങ്ങനത്തെ അതാണ് ആ ക്യാരക്ടർ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറയുന്ന ആ ഒരു മൂഡിലുള്ള ചിറ്റപ്പനാണ്. എന്റെ ചിറ്റപ്പനാണ്. പക്ഷെ ഞങ്ങളൊരു ഫ്രണ്ട്സിന് ഒരു സെയിം വൈബുള്ള സെയിം വൈബുള്ള. ശരിയാ. ചിറ്റപ്പന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇച്ചിരി മാറ്റി, കണ്ണാടിയൊക്കെ മാറ്റി, ഒന്ന് ഏജിലൊക്കെ ആക്കി സെറ്റ് ആക്കി അല്ലേ? ചിറ്റപ്പനാണ് അപ്പൊ എല്ലാത്തിനും ഹിറ്റ്. ചിറ്റപ്പന ഹിറ്റപ്പനാണ്. അല്ല, അതും പറയാം. അഭിനയിച്ച പടങ്ങൾ ഹിറ്റ് ആകുമ്പോൾ ചിറ്റപ്പൻ എന്ന് വിളിക്കാലോ. നല്ലപോലെ ചെയ്യുന്നോണ്ട് ഹിറ്റ് ആവുന്നത്. ഓക്കെ, സഞ്ജു പറയൂ. എത്രയോ അല്ല, അങ്ങനെ പറയൂന്ന് പറയില്ല, ഇരുന്ന് പറഞ്ഞോളൂ. അതാണ് പ്രശ്നം. ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം മാത്രം പറയാൻ പറയൂ പ്ലീസ്. സഞ്ജു നോക്കുമ്പോൾ ഈവൻ കല്യാണിക്ക് അതുപോലെ തന്നെയാണ്. ഇപ്പം ഒരു ആക്ടിങ് എന്നുള്ളതിൽ ഉപരി, ഐ മീൻ ഫിലിം എന്നുള്ളതിൽ ഉപരി കുറേ യു ഹാവ് ലോട്ട് ഓഫ് ഫാൻസ്. ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. ഇപ്പം കുടുംബ പ്രേക്ഷകരാ, പിള്ളേരായിരിക്കാം. കുറേ ആക്ടിങ്ങിൻ്റെ തന്നെ പല വേരിയേഷൻസ്, പല രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന രണ്ടുപേരാണല്ലോ നിങ്ങൾ. ഇപ്പം ലക്ഷ്മി ആണെങ്കിലും സഞ്ജു ആണെന്നുണ്ടെങ്കിലും അല്ലേ? അപ്പം ഫിലിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓണായിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതും നമ്മളൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതതുപോലെ അല്ല എന്ന് തോന്നിയൊരു നിമിഷം ഉണ്ടാവാം. അല്ലേ, ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓൺ പരിപാടികളാണ്. നമുക്കവിടെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഏത് രീതി വേണേലും ചെയ്യാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ അകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. നമ്മളൊരു കണ്ടന്റ് മാത്രമേ കാണത്തുള്ളൂ. സ്പോട്ടിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകും. ഒരു തുടക്കം, ഒരു ക്ലൈമാക്സ് മാത്രമേ കാണത്തുള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് കറക്റ്റ് ഡയലോഗ് ആയാലും ഓരോ കാര്യങ്ങളും പറയേണ്ടത്. പിന്നെ ഇവരുടെയൊക്കെ കൂടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ട്. സിസക്കായാലും ഷർഫിക്കായാലും എല്ലാം ഈ സെറ്റിലും അതുപോലെ തന്നെയായിരുന്നു സഞ്ജു നോർമലി ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളല്ലേ? പോയി കഴിയുമ്പോ ഞങ്ങൾക്ക് അതല്ല സഞ്ജു ഈ പറഞ്ഞ പോലെ ചെറിയ നല്ല രസമുള്ള കൗണ്ടറുകളുടെ ആളാണ്. പിന്നെ സഞ്ജുവിന്റെ ഫ്രണ്ടാണല്ലോ ഇതിന്റെ കോറൈറ്റർ വിഷ്ണു. ഞങ്ങള് മൂന്നുപേരും മൂന്നാമത്തെ പടമാണ് ശരിക്കും പറഞ്ഞ് ഒരുമിച്ച്. അപ്പോ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം സഞ്ജു ജയ്വിഷ്ണുവിന് ഇട്ട് കൊടുക്കുന്നത് കാണാനാണ്. നല്ല ഇവര് നാട്ടുകാരായതുകൊണ്ട് അവര് നല്ല വൈബിലായിരിക്കും. ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ജയ്വിഷ്ണു ഫാൻസ് ഓൾറെഡി ഉള്ളതാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവര് ഒരു നാട്ടുകാരാണ്, ഇവര് സംസാരിക്കുന്നതും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സഞ്ജുവിന്റെ ഇപ്പോ മധുരമനോരമോഹത്തിലാണെങ്കിലും മധുവിധുവിലാണെങ്കിൽ കഥ നടക്കുന്നത് പത്തനംതിട്ട എന്നുള്ളതിന്റെ ഒരു ഇതില് സഞ്ജു ആണ് ശരിക്കും ഒറിജിനലി ആ നാട്ടിനെ റെപ്രസെന്റ് ചെയ്ത കറക്റ്റ് ആ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ആൾ. നമുക്ക് പെട്ടെന്ന് ആ നാടായിട്ടൊരു കണക്ഷൻ വരും. അത് ഭയങ്കര ഗുണമുള്ള സ്ഥലവുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഫീൽ കൂടുതൽ അത് കിട്ടും. ആ സ്ഥലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എല്ലായിടത്തും ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. ഇപ്പൊ ഞാനും ജയ്വിഷ്ണു കൂടി ഇപ്പൊ അടുത്ത പടം കാസർഗോഡ് പൈസ അതിലില്ല സഞ്ജു. ചേട്ടൻ പറഞ്ഞത് ഇല്ല ഒഴിവാക്കി ചെയ്യേണ്ടി വരും. ഷുവറാണോ? ഇല്ലെന്നോ? എന്തുവാ ഇത് കാസർഗോഡ് പണ്ട് നാട്ടിൽ പഠിച്ച് വളർന്നൊരു കാസർഗോഡ് നാട് വിട്ടുപോയ കാസർഗോഡ് ഡിഗ്രി വരെ അവിടെ പഠിച്ചതാക്കാം. ഈ ആക്ടിങ്ങിലെ കോ ആക്ടറിന്റെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ചില കൗണ്ടേഴ്സ് കഴിയുമ്പോൾ നമുക്ക് തന്നെ അഭിനയയുടെ നിർത്തി ചിരി പൊട്ടുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഞാൻ കല്യാണോട് ചോദിക്കുവാണ്, ഈ ഫിലിമിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സഞ്ജുവിന്റെ കോമഡി ഇവരൊരുമിച്ച് അധികം 3 മിനിറ്റ് കൂടുമ്പോ കോമഡി പറയാം ഞങ്ങള്. ഞാനൊരു കാര്യം പറ്റേ, ഞങ്ങൾ സാധാരണ ഷൂട്ടിനേക്കാളും സത്യസന്ധമായിട്ട് പറയാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ സഞ്ജു അല്ല സീരിയസ്ലി ഇപ്പൊ എന്നെ കളിയാക്കിയാൽ നമ്മൾ അങ്ങോട്ട് കളിയാക്കാം. വിഷമം വരുന്നില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാറി കാര്യമാണ്. മനസ്സ് വിഷമിക്കും, പിന്നെയും പോയി കരയും. ഒരു പൊടിയൊക്കെ കരയുന്നൊക്കെ നല്ല കൗണ്ടർ അടിക്കും.
നല്ല ദൈവമേ, ഇരിക്കുന്ന ഇതുപോലെ കളിയാക്കാൻ ഇതുപോലെ ഒരു നല്ല ഈജി. പ്രോണാണല്ലോ. അറിയാതെ പറഞ്ഞിട്ട് നമ്മളൊരു 10 കൊടുക്കുമ്പോ ഒരു അണുബോംബ് കിട്ടും, അതെ അതെ അതെ. അതിന് തകർന്നു. പിന്നെ കൂടുതലും പേടിക്കുന്നത് ജെയിംസ് സാറിനോട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന്. അതെ, എനിക്കൊന്ന് ഐശ്വര്യയോട് ആക്ട് ചെയ്തപ്പോൾ ഐശ്വര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതോ ഒരു സീൻ നിങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോൾ എന്തോ ഒരു സീരിയസ് നോട്ടാണോ ആയിരുന്നു എന്തോ ഷെറഫ് പറഞ്ഞിട്ട് ഐശ്വര്യ ഇങ്ങനെ പിടിച്ചു നിന്നു. ലാസ്റ്റ് ആയപ്പം കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു എന്ത് മനുഷ്യാന്ന് ഇങ്ങനെന്തോ ഏതോ ഒരു സീൻ ഓർമ്മയുണ്ടോ? അല്ല, ഹലോ മമ്മിയിലായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എല്ലാ സീനും അങ്ങനെയാണ്. അല്ല, അങ്ങനെ കുറെ കോമഡി ഉണ്ട്. പക്ഷെ ശരിയായിരിക്കും, ചിലപ്പോ തെറ്റിപ്പോയത് കണ്ട് ചിരിച്ചാണ്. അതല്ല, എന്താ പറയാ, അങ്ങനെ എല്ലാരും ചിരിപ്പിക്കുക, ആ കൂടെ ഉള്ള കോ ആക്ടറെ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഞാൻ പിടിക്കാറില്ല. കാരണം അല്ല, ആ ഹ്യൂമർ ഉള്ളത് ചിലപ്പോ അവർ ചിരിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ കോ ആക്ടർ അങ്ങനെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഒരു എന്താ പറയാ, ചിലപ്പോൾ നമുക്ക് ആ ടേക്കൊക്കെ വീണ്ടും പോണ്ടി വരില്ലേ, നമ്മൾ വീണ്ടും ഒന്നുകൂടി പണിയെടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചാണ് എപ്പോഴും പിടിക്കാറെന്ന് തോന്നുന്നു. പിന്നെ ചിലർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളൂ. പക്ഷെ കല്യാണിക്കാതെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല. ഇല്ല. പിന്നെ ലൊക്കേഷനിൽ ചിരിക്കുന്നതും ചില സംഭവം ലൊക്കേഷനിൽ ചിരിയായിരിക്കും. അതെ, തിയേറ്ററിൽ വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലൊക്കേഷനിൽ ചില ലൊക്കേഷനിൽ ചിരിക്കത്തൂള്ളൂ. ഞാൻ സത്യസന്ധമായി പറയും, ജയ് ജയ് ഹേ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ചത്ത വീട് പോലെയായിരുന്നു ലൊക്കേഷൻ. സീരിയസ് ഒരു സാധനം പോലും ചിരിയോ അങ്ങനെ, കാരണം ആർക്കും അറിയത്തില്ല, അവിടെ ഉള്ള ആർക്കും കഥ അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. കാരണം ഇതൊരു കോമഡി സിനിമയായിട്ട് വിവിൻദാസ് ഒരിക്കലും സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. ഒരു സീരിയസ് ഒരു ഫെസ്റ്റിവൽ മൂവി എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ട്രാക്ക് മനസ്സിലായി, ഇത് ശരിയാണ്. ഞാൻ ഇന്നലെ വിപിനെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, അതൊരു ഹ്യൂമറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ സത്യം പറയും ഇതെന്താണ്. പിന്നെ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു ഇതൊരു ഹ്യൂമർ സിനിമയാണ്. കാരണം ഇത് അതിൽ അഭിനയിച്ച അമ്മയൊക്കെ ഭയങ്കര സീരിയസ് ആണ് അഭിനയിച്ചത്, അറിയത്തില്ലേ, ട്രാക്ക് അറിയത്തില്ലേ. അതുപോലെ അങ്ങനെ ഒരു ചിലത് നമുക്ക് തിയേറ്ററിൽ ഭയങ്കര ചിരി കിട്ടും, ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനം തിയേറ്ററിൽ പൊട്ടിച്ചിരി. അപ്പൊ നമ്മൾ തന്നെ ഹിറ്റായിരുന്നത്. അതുപോലെ ഇപ്പൊ നമ്മള് ഇപ്പം ബിന്ദു ചേച്ചി ആണെങ്കിലും ബിന്ദു ചേച്ചിയോട് ആക്ടിങ് ചെയ്തിട്ടുണ്ടല്ലോ, ഈവൻ ആഡ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊന്നും അതിനകത്ത് ലാൽജോ സാറുണ്ടായിരുന്നു അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ കോൾ ചെയ്യുന്നതും പിന്നെ തിരിച്ചു വിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ ആ ടൈമിൽ എനിക്ക് അറിയില്ലേ ഫസ്റ്റ് ആക്ട് ചെയ്യുന്നത്, ഐ മീൻ ഒരു ആഡ് പരിപാടി നോക്കിയപ്പോ അതെങ്ങനെ എൻജോയ് ചെയ്ത്? അയ്യോ, അത് എൻജോയ്. ഞാൻ ആക്ച്വലി ലാൽജോ സാർ ഇങ്ങനെ ഞാൻ കണ്ടൊരു ഷോട്ട് എടുത്തോണ്ടിരിക്കുക, ലാൽജോ സാർ ഇങ്ങനെ അമ്മനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു നോക്കി പഠിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ഫുൾ അമ്മയ്ക്ക് ആ സ്ക്രിപ്റ്റ്. അപ്പൊ അമ്മ അതിനകത്ത് ലാസ്റ്റ് ഇന്നായത് അമ്മ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ അമ്മ ആയിരുന്നില്ല, വേറെ മാം ആയിരുന്നു. അപ്പൊ അത് പിന്നെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ പോവുക ഗ്രാഫ് എങ്ങോടോ. അതൊരു കാഴ്ചയാണ്. അമ്മയുടെ പെർഫോമൻസ് നമുക്ക് ഞെട്ടിപ്പോവും. അതൊരു ലക്ക് ഫാക്ടറും കൂടെ അല്ലേ, നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര പ്രൗഡാണ്. ഓരോരുത്തരും കണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നങ്ങ് തിളങ്ങും. പുറത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, എടി ശരിക്കും നിന്റെ ബിന്ദമ്മ ഈ സിനിമയ്ക്കാണ് ബിന്ദമ്മയാണോ ബിന്ദമ്മ, അത് നിന്റെ ശരിക്കുള്ള ബിന്ദമ്മയാണ്? അത്രയും വ്യത്യാസമുണ്ട് അമ്മ സ്ക്രീനിലും അല്ലാണ്ടും വരുമ്പോ. പറയുക ആക്ച്വലി അമ്മയ്ക്ക് അത്ര ഹ്യൂമർ ഒന്നുമില്ല, പക്ഷെ അമ്മ സ്ക്രീൻ വരുമ്പോ ഭയങ്കര ഹ്യൂമർ. ഇത് എവിടെ നിന്നൊരു ഐഡിയ കിട്ടുന്നില്ല. സീരിയസ്ലി നമ്മുടെ സീനിൽ തന്നെ മറ്റേ ഇതിൽ തന്നെ അല്ലേ, അത് പറയാൻ പറ്റില്ല. അല്ല അങ്ങനത്തെ ക്യാരക്ടർ അല്ലല്ലോ ചേച്ചി. പക്ഷെ വന്നിട്ട് ചേച്ചിക്ക് അല്ലല്ല അങ്ങനെയല്ല. ഇതിലിപ്പോ നിങ്ങളെല്ലാരും കൂടി തമാശയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മാത്രം വേറൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കാനുള്ള, എന്നിട്ട് ആളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് പോയേക്കോട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റിയലിയും ഇച്ചിരി ഹ്യൂമർ സെൻസ് ഭയങ്കര ചേച്ചിക്ക്. അതായത് ഒരു തഗ് അടിച്ചിട്ട് പോയിക്കളെ,
അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ? സീരിയസ് അല്ല നമ്മൾ സംസാരിക്കുന്നവർക്ക് അങ്ങനെ ഭയങ്കര തമാശ അല്ലല്ല. ഓവർ ഫൺ അങ്ങനെ അല്ല, അമ്മ എല്ലാ കോമഡിക്കും കേട്ട് അമ്മ സ്വയം ഇച്ചിരി കേട്ടാ മതി. ഷർഫൊക്കെ വെറുതെ ഒന്ന് വന്ന് സംസാരിച്ച നമ്മുടെ ചിരി അങ്ങ് അപ്പാണ്. കോമഡി പോലും ഞാൻ പോയി ചേച്ചിരുന്നു. അത് അവിടെ എറിച്ചെന്നറിഞ്ഞതിന് ശേഷം സഞ്ജുവിനോട് അവൻ ചിരിക്കില്ല. മനഃപൂർവ്വം ചിരിക്കില്ല. അത് എന്നെ അടിച്ച് താഴ്ത്തി അവിടെ. ഞാൻ അതല്ല വിജയിച്ച് എന്ന് പറഞ്ഞാൽ ഏത് ഏജ് കാറ്റഗറി റോൾസും മമ്മൂക്കാടെ അമ്മയായിട്ട് ഏതും പിടിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് പറയാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണല്ലോ അല്ലേ? ഇപ്പം നമ്മൾ കുറേ സീൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആക്ടിങ് എന്നുള്ള രീതിയിൽ. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീനിൽ ഇപ്പം വാഴയിൽ നമുക്കറിയാം, അതല്ലാതെ നോക്കുമ്പോൾ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ ഇമോഷണലായ ഒരു സീൻ ഉണ്ടെങ്കിൽ ആ സീൻ ഇമോഷണൽ ആകണമെന്നില്ല എങ്കിലും ഞാൻ പറയാം, ചിലപ്പോൾ അത് കോമഡി വാട്ടെവർ ആവാം, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫീൽ സോ പ്രൗഡ് എന്നുള്ളൊരു പരിപാടി. ചിലപ്പോൾ അത് ഡയറക്ടറുടെ കയ്യിൽ നിന്നുള്ള ക്ലാപ്പായിരിക്കാം. ആ ഒരു സീൻ ഒരു നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് തോന്നിയ ഒരു സീൻ ഉണ്ടെങ്കിൽ ഏതായിരിക്കും? അസസിക്കോട് ഞാൻ ചോദിക്കും ഫസ്റ്റ്. ഏത് ഇമോഷണൽ സീൻ തന്നെ ആവാം കേട്ടോ, ഏതും ആവാം, അല്ലെങ്കിൽ കോമഡി എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും. സിസ്ക വ്യസന സമയത്തിൽ എനിക്ക് ഭയങ്കര ജീപ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര ഫീൽ. കാരണം 90-95 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി അവിടെ മറിഞ്ഞു കിടന്ന് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ അതായിരുന്നു ഫീൽ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫീൽ ആയിരുന്നു. അത് മറിച്ചങ്ങിട്ട് എല്ലാം വല്ലാത്ത രീതിയിലായി കിടന്നപ്പോ സങ്കടം തോന്നി. സത്യം രാവിലെ ഒന്ന് നോക്കിയപ്പോ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ ഓടിച്ചോണ്ടിരുന്ന വണ്ടിയില്ലേ, അത് ആ സ്ക്രിപ്റ്റിന്റെ ഫീൽ അല്ലായിരുന്നു, അത് ഭയങ്കര ഫീൽ ആയി കണ്ടോ. സ്നേഹം ആ സീൻ അതൊക്കെ ഭയങ്കര ഫീൽ ആയിട്ടാണ് ഇപ്പോഴും. മമ്മൂക്കും അത് കണ്ടപ്പോ ഒരു തീർച്ചയായിട്ടും ഇപ്പൊ ഓക്കെ കുട്ടൻ ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിയാക്കി ഷറഫിനാണെങ്കിലോ ഇങ്ങനൊരു സീൻ പറയുകയാണെന്ന്? എനിക്കങ്ങനെ സത്യമായിട്ടില്ല. എനിക്കങ്ങനെ ഓർത്തെടുക്കാൻ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഒരു ഫേവറേറ്റ് എന്നാണെങ്കിൽ പറയാം, അതിപ്പോൾ ഫസ്റ്റ് മൂവി ആയിരിക്കാം, സെക്കൻഡ് മൂവി ആയിരിക്കും, വോട്ടവർ. എന്നാലും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോ ആക്ടറുടെ കൂടെ ഉള്ള ആ ഒരു ടൈം മേ ബി ഒരു 1 minute ആവാം. അങ്ങനെയാണെങ്കിലോ? എനിക്ക് സത്യമായിട്ട് അങ്ങനെ ഒന്നും അങ്ങനെ ഓർത്ത് വെക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീനായിട്ടൊന്നും ഒന്നും ഓർത്ത് വെക്കുന്നില്ല. ഇപ്പോൾ എല്ലാത്തിനോടും ഒരേ ഇതായിട്ടുള്ള അപ്രോച്ചാണ്. ഇപ്പം അസീസ്ക പറഞ്ഞ വണ്ടിയുടെ സീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് അത് ശരിയാണല്ലോ, അവിടെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. എനിക്കെന്തോ പെട്ടെന്ന് അങ്ങനെ ഒന്നും ഓർമ്മ വന്നില്ല. ഇതില് കല്യാണിക്ക് എങ്ങനെ ഉണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ മൂവിക്ക്? എനിക്ക് ആക്ച്വലി ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഒറ്റ സിനിമയാണ്, ആദ്യത്തെ സിനിമയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ പടത്തിലൊന്ന് ഇന്നായി വന്നപ്പോഴത്തേക്കും പടം തീർന്നു പോയി. ഇന്നായി അപ്പോൾ ക്ലൈമാക്സിൽ സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഷർഫക്കയാണ് ഓപ്പോസിറ്റ് ഡയലോഗ് പറയുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. സത്യം പറഞ്ഞാൽ വെളുപ്പിന് ഏർലി മോർണിംഗ് ആണ്. ഷർഫക്കയുടെ ഡയലോഗ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ വായിച്ചില്ല. ഓക്കെ, അപ്പോൾ പോയി നിന്നു. പെട്ടെന്ന് എല്ലാവരും ഫുൾ കോമ്പിനേഷനിൽ ഫുൾ ആർട്ടിസ്റ്റ് സീക്വൻസ് ആണ്, എവ്രിബഡി ഈസ് അറൗണ്ട്. ഞാനൊരു ഫ്രഷറാണ്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഷർഫക്ക ഇമോഷണലാണ്. ഷർഫക്ക ഓപ്പോസിറ്റ് ഒരു ഡയലോഗ് പറഞ്ഞു, ഇങ്ങനെ അടുത്ത് വളരെ ക്ലോസ് ആയി നിന്നാണ് പറയുന്നത്. സോ ഫോർ ദ വെരി ഫസ്റ്റ് മൊമെൻറ്റ് ഐ ഫെൽറ്റ് ദ ക്യാരക്ടർ, ഐ ഫെൽറ്റ് ഇറ്റ്. ഓപ്പോസിറ്റ് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശരിക്കും ഞാൻ ചിന്തിച്ചു പോയി, അയ്യോ ശരിക്കും എന്താ പറയുക, ഒരു വൈഫായി നിന്ന് എങ്ങനെ തിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും നാൾ അനുഭവിച്ചൊരു കഥാപാത്രം ഒരു മൊമെന്റിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒറ്റ സെക്കൻഡൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ദാറ്റ് ഈസ് ഇനി എന്നും എനിക്കത് ഐ ക്യാൻ ക്യാരി ദാറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അല്ലേ? സൂപ്പർ. യെസ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഈ ആക്ടിങ്ങിലാണ് ഈ സ്പോട്ട് ഇംപ്രവൈസേഷൻ എന്നുള്ളൊരു സംഭവം. എനിക്കൊന്നു ലാസ്റ്റ് വിജയ് ബാബു ചേട്ടനാന്ന് തോന്നുന്നു പറഞ്ഞത്, ഷർഫിക്കാർ ഒരു സ്പോട്ട് ഇംപ്രവൈസേഷൻ കിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷറഫ്. തീർച്ചയായിട്ടും കൈയ്യടി കൊടുക്കാം. അല്ല, ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് എപ്പോഴാണെന്നുള്ളത് പെർഫെക്റ്റ്ലി ആ പ്ലോട്ട് കില്ല് ചെയ്ത് കളയും.
എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആവാം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തത്, ഇതിൻ്റെ സീൻസ് കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് ചെയ്ത ഡിറ്റക്റ്റീവ് ആയ അല്ലെ വോട്ടോ ലാസ്റ്റ് അങ്ങനെ ഒരു സ്പോട്ട് ഇംപ്രവൈസേഷന് സാധ്യത ഉണ്ടായിരുന്നു, ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിലോ? അല്ലല്ല, ഇതിലല്ല, മറ്റേ അതുണ്ടല്ലോ ഇതിന് മുമ്പുള്ള നേരത്തെ പറഞ്ഞ പടം. പടക്കത്തിലുണ്ടല്ലോ. അതാണ് അങ്ങനെ ഒരു കമന്റ് പറയാൻ കാരണം. അതെ അതെ. അതല്ലാതെ പല സിനിമകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ നമുക്കത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഒരു കൗണ്ടർ അടിക്കുന്നത് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്താണെങ്കിൽ അതിപ്പോ എത്ര വലിയ തമാശ ആണെങ്കിലും ചിലപ്പോൾ ആ സിനിമയിൽ ഫിറ്റ് ആവില്ല. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു. ഇപ്പോൾ പടക്കളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വന്ന കാരണം കൊണ്ടാണ് ആ കൗണ്ടർ വർക്കായത്. അപ്പൊ അതെല്ലാ സ്ഥലത്തും നിൽക്കണമെന്നില്ല, ചിലപ്പോ നല്ല കൗണ്ടർ ഉള്ളപ്പോൾ നമുക്ക് തോന്നണമെന്നില്ല. ഇതൊക്കെ ബാക്കിയായിട്ടൊന്ന് സംഭവിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര ഇംപ്രവൈസേഷന്റെ രാജാക്കന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നസെൻസും അമ്പിളിച്ചേട്ടനൊക്കെ ഉള്ള സ്പേസ് കഴിഞ്ഞിട്ടൊക്കെ വരുന്നത് നമ്മള് വളരെ ചെറുതല്ലേ ചെയ്യുന്നത്. അവര് മറ്റേ വെള്ളപ്പങ്ങാടിയില് ടീം 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 സീനല്ലേ. അപ്പൊ അത്രയൊന്നും നമ്മൾ എങ്ങും പിടിക്കുന്നില്ല. അത് ഭയങ്കരമായിട്ടുള്ള പ്രോസസ്. പലതും സീനിയർ ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ആ ഡയലോഗ് കഴിഞ്ഞിട്ടതാണെന്നൊക്കെ പറയുമ്പോഴാണ് പല ഹിറ്റ് ഡയലോഗുകളും ഇവര് തന്നെ സ്പോട്ടിൽ കയ്യിൽ നിന്ന് ഇടുന്നതാണെന്ന് അറിയുന്നത്. അപ്പൊ എന്റെ അടുത്ത് ആര് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഞാൻ ഇതിനു മുമ്പ് തിളക്കത്തില് കിണറ്റിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി അങ്ങനെ ഒരു മീനിന്റെ വായിൽ വെച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. അവിടെ ഡയറക്ടർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും. പുള്ളി ആർട്ടിലെ പയ്യനോട് മാത്രം പോയി പറഞ്ഞ് അതുപോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളി ആ ഷോട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇത് പുറത്തു വരുന്നു. അപ്പൊ അതാണ് ഇംപ്രൂവൈസേഷൻ. ആ ലീഗിലുള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ചില സിനിമകളെ ഇപ്പൊ നമുക്ക് വരേണ്ടതല്ലായിരുന്നു, പക്ഷെ നമുക്ക് ഭാഗ്യം കൊണ്ട് ലക്ക് ഫാക്ടർ നമുക്ക് വന്നു, ആ പടം ഹിറ്റായി, ആ ക്യാരക്ടറും ഹിറ്റായി എന്ന് പറഞ്ഞത് ശരിക്കും എനിക്കൊന്ന് കണ്ണൂർ സ്ക്വാഡ് തീർച്ചയായിട്ടും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ. അപ്പൊ അത് ലൈക്ക് അങ്ങനെ വേറെ മൂവീസ് അങ്ങനെ വന്നിട്ടുണ്ടോ? ലൈക്ക് ആക്ച്വലി വേറെ ഒരാൾക്ക് വരുന്നതായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തു, യെസ് അത് കൊണ്ടുപോയി പരിപാടി ഹിറ്റായി. അതിപ്പം പറഞ്ഞ കണ്ണൂർ സ്ക്വാഡ് അറിയായിരുന്നു, ചിലപ്പം അങ്ങനെ ആയിരിക്കാം, പക്ഷെ റൈറ്ററും ഡയറക്ടറും ചിലപ്പോൾ പറയാത്തതായിരിക്കും, ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കും. വേറെ ആർക്ക് അറിയില്ല, വേറെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ തോന്നുന്നു അല്ലേ? ഇതില് നിങ്ങൾ എനിക്കറിയില്ല. ഫാമിലി നമ്മള് ഇവരായതിനു ശേഷം, ഷറഫായതിനു ശേഷം ആണ് ഈ ഫാമിലിയെ നമ്മൾ ഡിസൈൻ ചെയ്തത്. അതുപോലെ എനിക്കൊന്ന് ജഗദീശേട്ടൻ്റെ ഇന്റർവ്യൂല് നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടും ഇപ്പം സിനിമ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഉപരി തന്നെ ഒരു ജഡ്ജും പെർഫോമറും തമ്മിലുള്ളൊരു ബന്ധമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഇന്റർവ്യൂല് ജഗദീശേട്ടൻ്റെ ഓൺ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ സീസൺ പെർഫോമറായിരുന്നു, ഞാൻ ആ ടൈമിൽ ജഡ്ജായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് അഭിനയിച്ചു ഞങ്ങൾ. ദാറ്റ്സ് ഓൾ. അത്രയുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നിങ്ങളുടെ ആ ഡിസ്കഷൻസ്. അല്ല, ഇന്ന് എനിക്ക് ഇൻസ്റ്റയിൽ ഈ പോസ്റ്റ് കണ്ടിട്ടൊരു മെസ്സേജ് വന്നു. അപ്പൊ എൻ്റെ അടുത്ത് വെച്ചു, ഇപ്പം നിങ്ങൾ അഭിനയിക്കുമ്പോ മറ്റേ ജഡ്ജി അത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ അത് ഫീൽ ചെയ്യുന്നില്ല, കാരണം ഇപ്പൊ കുറച്ച് പടം ചെയ്തിട്ടുണ്ട് സാറുമായിട്ട്, പക്ഷെ ആ ബഹുമാനം ഇപ്പോഴും സാറിന് ഇപ്പോഴും സാറെന്നാണ് നമ്മള് സാധാ വിളിക്കാറ്. കോമൺ അല്ലാത്ത ആൾക്കാർ ചിലപ്പം ചേട്ടാന്ന് പറയും, ജഗദീഷ് ചേട്ടൻ പറയുന്നുണ്ട്, പക്ഷെ സാറിനെ വയൽ ഒരുപാട് ഇപ്പോഴും എത്രയോ പെർഫോമൻസുകൾ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് യാത്രകളും കുറെ ഷോസുകളും എല്ലാം ചെയ്തിട്ടുള്ള. പക്ഷെ നല്ലൊരു പുള്ളിയുടെ അടുത്ത് ഇരിക്കാനും ഒരു പ്രത്യേക ഒരു വൈബാണ്, ഒരു പോസിറ്റീവാണ്. നമുക്ക് ഒരു ജ്യേഷ്ഠനെ പോലെ എന്തെങ്കിലും ചോദിക്കാം, അതിന് മറുപടി പോലും. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോ വന്ന് കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി. ഭയങ്കര ഒരു ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനേക്കാളും ഒരു പടി മുകളിലോട്ടുള്ള ഒരു സാധനം. ശരി. അപ്പോൾ വിഷ്ണു പറയും കുറച്ച് മാറ്റി ചെയ്തെന്ന് പറയും, പക്ഷെ എനിക്കത് ഒരു ഭയം, ചെയ്താൽ അത് ഓവറാകുമ്പോ ഒരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ സാറിനോട് ചോദിക്കും, സാറിനോട് പോയി ചോദിച്ചിട്ട് സാർ ഇങ്ങനെ ആണ് അവരെ ചർച്ച. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം, അവർ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഓവറായിട്ട് ചെയ്യാം. സാർ എന്നോട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഓവറാവില്ല സാർ. അപ്പൊ അവര് പറയും അത് ഓവറാണ്. അപ്പൊ നിനക്ക് മനസ്സിലാക്കി കുറച്ച് ഓവറായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് സാറ് എന്നോട് പറഞ്ഞു, അസീസേ ഇത് അവര് വേറൊരു പ്രത്യേക വിഷ്ണുവിന് വേറെ ഒരു പാറ്റേൺ ആണ്, നമ്മളത് മനസ്സിലാക്കി അത് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ ഉള്ളിൽ സിനിമ ഉണ്ട്, നമ്മൾ ക്യാരക്ടറുകൾ എങ്ങനെ ആവണം ചിലപ്പോ നമുക്കറിയാൻ പറ്റില്ല. നമ്മള് സാധാരണ ചെയ്യുമ്പോൾ ആ ഒഴുക്കിൽ അങ്ങ് പോവും,
പക്ഷെ അവർക്കറിയാം ഇന്ന ക്യാരക്ടർ ഇന്ന സ്വഭാവമാണ്, ഉം. അത് അവർ പറയുമ്പോൾ ചെയ്താണ്, വേറെ കുഴപ്പം ആണ് ചെയ്തു. അതെ ഉദ്ദേശിക്കുന്നതൊക്കെ ഫാമിലി ഡ്രാമ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു പ്യുവർലി നാച്ചുറൽ പരിപാടി അല്ലേ, ഒരു വീട് അതിലെ കുറെ അംഗങ്ങൾ അല്ലേ, ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ ഓടട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആരോ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, എടാ ഈ പടം നോക്കൂ. അത് ഞാൻ പറഞ്ഞതല്ല, ആയിരിക്കും ഒരാളുടെ വായിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കണ്ടോ? അല്ല, നോക്കൂ, സംഭവം. സോ അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. അത് സംഭവിക്കട്ടെ. പുള്ളികളുടെ ചായ പരിപാടികളിൽ മൊബൈൽ റീചാർജ് ചെയ്യണോ? ഫസ്റ്റ് ഡേ ഹിറ്റ് ആയി മൊബൈൽ റീചാർജ് അല്ല, ഇന്ന് എക്സ്പയർ ചെയ്യാ, ഗൂഗിൾ പേ കാണിച്ചു, ഇന്ന് എക്സ്പയർ ചെയ്യാ, അപ്പൊ ചെയ്തു. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ആവട്ടെ. ഫസ്റ്റ് ഡേ ഹിറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചായ പരിപാടി ഫസ്റ്റ് ഡേ ഉണ്ടാവും. ദിസ് ഇസ് ഫോർ ഷുവർ അല്ലേ. നിങ്ങൾ ഹിറ്റ് ആയി കഴിയുമ്പോൾ എന്നെ ഓർക്കണം. റെഡി? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഫോർ ഷുവർ ഈ ഇറങ്ങുന്ന ലെയർ ഓഫ് മൂവീസിൽ ദിസ് വിൽ ബി ദ ഓക്കെ. താങ്ക് യു താങ്ക് യു മാൻ. താങ്ക് യു.